ഇന്നത്തെ അറിയിപ്പുകൾ. SBI വഴി ഓൺലൈനായി പണം കൈമാറുന്നവർക്ക് ഇനി അധിക ചെലവ് വരും. 25,000 രൂപയ്ക്ക് മുകളിലുള്ള IMPS ഇടപാടുകൾക്ക് സർവീസ് ചാർജ് ഈടാക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. ഫെബ്രുവരി 15 മുതൽ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും. ഇതുവരെ 5 ലക്ഷം രൂപ വരെയുള്ള ഓൺലൈൻ IMPS ഇടപാടുകൾക്ക് സൗജന്യമാക്കിയിരുന്ന ഇളവാണ് SBI പിൻവലിക്കുന്നത്. 2026 ഫെബ്രുവരി 15 മുതൽ 25,000 രൂപയ്ക്ക് മുകളിലുള്ള ഓൺലൈൻ IMPS ഇടപാടുകൾക്ക് സർവീസ് ചാർജ് ബാധകമാകും. അതേസമയം ബാങ്ക് ശാഖകൾ വഴി നേരിട്ട് നടത്തുന്ന പണമിടപാടുകളുടെ നിരക്കിൽ മാറ്റമില്ലെന്ന് SBI അറിയിച്ചു. 25,000 രൂപ വരെയുള്ള ഓൺലൈൻ ഇടപാടുകൾക്ക് മുൻപെന്നതുപോലെ തന്നെ സർവീസ് ചാർജ് നൽകേണ്ടതില്ല. 25,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ പണം കൈമാറുമ്പോൾ 2 രൂപയും GST സർവീസ് ചാർജും ഈടാക്കും. 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള IMPS ഇടപാടുകൾക്ക് 6 രൂപയും GSTയുമാണ് പുതിയ നിരക്ക്. 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ഓൺലൈനായി അയക്കുമ്പോൾ 10 രൂപയും GSTയും സർവീസ് ചാർജായി നൽകണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര അപ്രന്റീസ് തസ്തികകളിലേക്ക് നിയമനത്തിനായി ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി. ആകെ 600 ഒഴിവുകളാണുള്ളത്. ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. കേരളത്തിലും ഒഴിവുകളുണ്ട്. അപ്രന്റീസുകൾക്ക് 1 വർഷത്തെ പരിശീലന കാലയളവിൽ പ്രതിമാസം 12,300 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. ജനുവരി 25 വരെ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിച്ചതിന് ശേഷവും പിഴവുകളുണ്ടെങ്കിൽ തിരുത്തൽ വരുത്താൻ സൗകര്യം അവതരിപ്പിച്ച് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. അപേക്ഷയിലെ ഡിക്ലറേഷൻസ് ലിങ്കിൽ വെയിറ്റേജിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്താനുള്ള സൗകര്യമാണ് അവതരിപ്പിച്ചത്. ഭിന്നശേഷി വിഭാഗം, വിമുക്ത ഭടന്മാർ, കായിക താരങ്ങൾ, NCC തുടങ്ങിയവയിലാണ് മാറ്റങ്ങൾ വരുത്താവുന്നത്. പ്രിഫറൻഷ്യൽ യോഗ്യതകൾ സംബന്ധിച്ചുള്ള ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. ഇതിനായി എഡിറ്റ് ഓപ്ഷൻ അവതരിപ്പിക്കാനാണ് കമ്മീഷന്റെ തീരുമാനം. കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന അടുത്ത നോട്ടിഫിക്കേഷൻ മുതൽ തിരുത്തലുകൾ വരുത്താനുള്ള എഡിറ്റ് ഓപ്ഷൻ ലഭ്യമാകും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് മുമ്പ് തിരുത്തലുകൾ വരുത്തണം. അപേക്ഷ സമർപ്പിക്കുമ്പോൾ അശ്രദ്ധ മൂലം സംഭവിക്കുന്ന തെറ്റുകളും അപേക്ഷയുടെ അവസാന തീയതിക്ക് മുമ്പ് തിരുത്താൻ അവസരം ലഭിക്കും. അവസാന തീയതിക്ക് മുമ്പ് ഉദ്യോഗാർത്ഥിയുടെ പ്രൊഫൈലിൽ വരുത്തുന്ന എല്ലാ മാറ്റങ്ങളും അപേക്ഷയുടെ ഭാഗമാകുമെന്ന് PSC അറിയിച്ചു. തിരുത്തലുകൾ വരുത്താനുള്ള എഡിറ്റ് ഓപ്ഷൻ PSC ഇനി പുറപ്പെടുവിക്കുന്ന വിജ്ഞാനം മുതൽ ഉദ്യോഗാർത്ഥിയുടെ പ്രൊഫൈലിൽ ലഭ്യമാകും. PSC ഏർപ്പെടുത്തുന്ന പുതിയ സൗകര്യം ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്രദമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.